നമസ്കാരം. ഇന്നത്തെ ജോൺസൺ ടോക്സിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഗതാഗത തടസ്സങ്ങളെക്കുറിച്ചാണ്. നാലാൾ കൂടുന്നിടത്തൊക്കെ മിക്കവാറും ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് ഗതാഗത തടസ്സം. തൃശ്ശൂരിൽ ഗതാഗത തടസ്സം മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. മറ്റ് പല നഗര കേന്ദ്രങ്ങളിലും മണിക്കൂറുകളോളം വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ട് എങ്കിലും തൃശ്ശൂരിൽ അങ്ങനെ ഒരു വലിയ ഗതാഗത തടസ്സത്തിന് കാരണമില്ല. എങ്കിലും പലപ്പോഴും നമ്മൾ വലിയ ഗതാഗത കുരുക്കുകളിൽ ചെന്ന് പെടാറുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നല്ല വീതിയുള്ള റോഡുകളാക്കി മനോഹരമായി ടാർ ചെയ്ത് നല്ല തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ പോലീസ് സംവിധാനം അത് ഹോം ഗാർഡുകൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വളരെ ചടുലമായി പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് എല്ലാവർക്കും കാണാം വളരെ സജീവമായി ട്രാഫിക് പരിപാലിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. നമുക്കറിയുന്ന ഒരു കാര്യം, ഈ വലിയ ഗതാഗത കുരുക്കുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ചില സന്ദർഭങ്ങളിലാണ് അത്തരത്തിലുള്ള ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുന്നത്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ വാഹനങ്ങളും വളരെ കൃത്യതയോടെ അച്ചടക്കത്തോടെ ഒരു ഡ്രൈവിംഗ് സംസ്കാരം ഉൾക്കൊള്ളുന്ന വിധത്തിൽ കൃത്യമായി ആ ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ചില പ്രൈവറ്റ് ബസ്സുകൾ വരി ബാധകമല്ലാത്ത വിധത്തിൽ ട്രാഫിക് നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിൽ ആ വരികൾക്കൂടി ഇടയിലൂടെ കയറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു വാഹനം അങ്ങനെ വരി തെറ്റി കയറി പോകുമ്പോൾ ആ വരിയിൽ കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ നിയമം ലംഘിക്കുന്നതിനുള്ള ഒരു ത്വര വരുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ കൂടി ആ തെറ്റിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലാണ് ഈ വാഹനങ്ങൾ കയറി വരുന്നത്. ഇങ്ങനെ വരി തെറ്റി കയറി വരുന്ന, ഗതാഗത നിയമങ്ങൾ പാലിക്കാത്ത, വളരെ അശ്രദ്ധമായി വളരെ ബോധപൂർവം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് 5 മിനിറ്റ് മാത്രം താമസിക്കേണ്ടുന്ന ഗതാഗത കുരുക്ക് പലപ്പോഴും മണിക്കൂറുകൾ വൈകുന്നതും, ആ മണിക്കൂറുകൾ വൈകുന്ന അവസരത്തിൽ നൂറുകണക്കിന് മനുഷ്യർ ആ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടിയും വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് അവർക്ക് പ്രതികരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് എന്നത് മാത്രമല്ല, പ്രതികരിക്കുന്ന ആൾ അവൻ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളാവും എന്നതുകൊണ്ട് പലപ്പോഴും സ്വന്തം കാര്യം നോക്കി വാഹനത്തിൽ അക്ഷമരായി കാത്തു നിൽക്കുന്ന യാത്രക്കാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ നിയമലംഘനം ഈ കൂട്ടർ നടത്തുന്നത് എന്നത് പരിശോധിക്കാൻ ഇപ്പോഴും വേണ്ട ഒരു സംവിധാനങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ, അതല്ലെങ്കിൽ പോലീസ്, ഹോം ഗാർഡ് മുതലായ ആളുകൾ അവരുടെ നിർദ്ദേശങ്ങളെ പോലും പലപ്പോഴും അവഗണിച്ചാണ് ഇത്തരം വാഹനങ്ങൾ കുത്തിക്കയറി വരുന്നത്. ആ വാഹനങ്ങൾ കുത്തിക്കയറി വരുമ്പോൾ ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ അവർ സ്വയമേ പിന്മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റിയാണ്. എന്താണ് ഇങ്ങനെ? ഇതിനൊരു കടിഞ്ഞാണിടാൻ പറ്റില്ലേ? ഇതിന് അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം, ഈ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് സ്വകാര്യ ബസ് ഉടമസ്ഥർ ഡ്രൈവർമാരായി നിയമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലൊരു പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഡ്രൈവർമാരും തികഞ്ഞ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാർ, 10 15 ഒക്കെ കേസുകളിൽ പ്രതിയായി അങ്ങനെ കോടതികളിൽ കേസ് കോടതി, ജാമ്യം, ജയിൽ ഒക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് തൊട്ടടുത്ത ദിവസം ഉടനെ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാവുന്ന ഒരു സ്ഥലം, എപ്പോ വന്നാലും ജോലി കിട്ടാവുന്ന ഒരു സ്ഥലം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ടായാൽ ഇവർക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ബസ് ഉടമസ്ഥർ മനഃപൂർവ്വം ബോധപൂർവം ഇത്തരം ആളുകളെ ബസ്സുകളിൽ ഡ്രൈവർമാരായി, ജീവനക്കാരായി നിയമിക്കുകയാണ്. കാരണം എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ മറികടന്ന് വാഹനം ഓടിപ്പിക്കുന്ന ആളുകൾ, നിയമം നഗ്നമായി കാറ്റിൽ പറത്തി വാഹനം കൊണ്ടുപോകുന്ന ആളുകൾ, അത്തരം ആളുകൾ അവരുടെ ടൈം കീപ്പ് ചെയ്യുന്നതിന് എന്ന വ്യാജേന ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ
ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാരായി നിയമിക്കുകയും ഒരു തരത്തിലും പിന്നെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ ഒരു സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുകയോ ചെയ്യാത്ത വിധത്തിൽ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വെരിഫിക്കേഷനുള്ള ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആളുകൾ, അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻ. ആ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ, നിരവധി കേസുകളിൽ പ്രതികളായ ഡ്രൈവർമാരെ ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ഒരു സാധാരണ പൗരന്റെ ജീവന് സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, വളരെ മര്യാദക്കാരായ ചെറുപ്പക്കാർ, ഡ്രൈവർമാർ, അവർക്ക് അവരുടെ ജോലി അവസരം ഇതുമൂലം നഷ്ടപ്പെടുകയാണ്. കാരണം നല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, എന്ത് ഗുണ്ടാ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ, അവർക്ക് മാത്രം എത്തിപ്പെടാവുന്ന ഒരു മേഖലയായി, അതല്ലെങ്കിൽ അവരെ മാത്രം നിയമിക്കുന്ന ഒരു തൊഴിലിടമായി ഈ തൊഴിലിടം മാറുകയാണ്. അങ്ങനെ നല്ല മര്യാദക്കാരായ ഡ്രൈവർമാർക്ക് തൊഴിൽ നിഷേധം കൂടി സംഭവിക്കുന്നു ഈ തൊഴിൽ മേഖലയിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എൻ്റെ ഉറച്ച അഭിപ്രായം, തൃശ്ശൂരിൽ ഏറ്റവും മനോഹരമായ ഒരു ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഈ സമയത്ത് ഇത്തരം ഡ്രൈവർമാരുടെ പ്രവൃത്തി മൂലമുണ്ടാവുന്ന വലിയ ബ്ലോക്കുകൾ അത് നിയന്ത്രിക്കുന്നതിന് അടിയന്തരമായി അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അടിവരയിടുന്നു, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരെ ഈ പ്രവൃത്തിയിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. നമസ്കാരം.